ഇന്നൊരു വിളവെടുപ്പാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് സപ്പോർട്ട പിടിച്ചിട്ടുണ്ട്. പറിക്കണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് വവ്വാലൊക്കെ ചപ്പി തിന്നാൻ വേണ്ടി തുടങ്ങിയത്. അപ്പോൾ കരുതി വേഗം പറിച്ചിട്ട് പഴിപ്പിക്കാമെന്ന്, അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടൂല കേട്ടോ. ദേ ഒരാൾ ഇവിടെ ഭയങ്കര കൺഫ്യൂഷനിലാണ്. ഇവിടെ നിൽക്കണോ പുറത്ത് പോകണോ എന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടപ്പോൾ എൻ്റെ അടുത്തേക്ക് ഓടി വന്നു. എന്നിട്ട് പിന്നെയും അതിൻ്റെ ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നു പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവരുടെ കൂടെ പോയി കേട്ടോ. എന്നിട്ട് ഞാൻ ഉണ്ണീനെ നോക്കുന്ന സമയത്ത് അവൾ ഈ മണ്ടയ്ക്ക് ഇരിക്കുന്നുണ്ട്, ഗേറ്റിൻ്റെ മണ്ടയ്ക്ക്. എത്ര പറഞ്ഞാലും കേൾക്കൂല. കേൾക്കാത്തതിനോട് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാണല്ലോ. അപ്പം ഞാൻ എൻ്റെ പരിപാടിയിലോട്ട് നടന്നു. ഇതാണ് കേട്ടോ എൻ്റെ സപ്പോർട്ട മരം. മുൻപ് ഞാൻ ഒരുപാട് വീഡിയോ ഇതിനെക്കുറിച്ച് ഇട്ടിട്ടുണ്ട്. നിറച്ചും പൂത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാ സമയത്തും നമുക്കിവിടെ സപ്പോർട്ട കിട്ടും. ഇതേ നോക്കിയേ എന്ത് രസമാണ്, മുഴുത്തൊരു സപ്പോർട്ടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ എന്തെങ്കിലും പറിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഇതുപോലെ ഒരു പഴത്തിൻ്റെ ഒരു കൊലയുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ വവ്വാല് വന്ന് ചപ്പിയിട്ട് എനിക്ക് ഒന്നുപോലും തിന്നാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇനി ഞാൻ ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ, ഇത് പഴുത്തിട്ടൊന്നുമില്ല, പക്ഷേ ഇനി ഞാൻ ഇത് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ വവ്വാല് തിന്നു കഴിഞ്ഞാൽ എനിക്കൊന്നും കിട്ടില്ല. അപ്പോൾ ഞാൻ വേഗം കയ്യോടെ പോയിട്ട് പറിക്കാമെന്ന് കരുതിയിട്ട് നല്ല മുഴുത്ത സപ്പോർട്ടയായിരുന്നു. ഇവിടെ എല്ലാ സമയത്തും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ചെടികളൊക്കെ നടുമ്പോൾ ആ നടുന്ന സമയത്തല്ല ശരിക്കും പറഞ്ഞാൽ അത് റിയൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ നട്ട് ഇതിൽ നിന്ന് ഇതുപോലെ കായ്കനികളൊക്കെ നമുക്ക് പറിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സമയമുണ്ടല്ലോ, അപ്പോഴാണ് കേട്ടോ ശരിക്കും നമ്മൾ നമുക്കൊരു റിയൽ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഇതേ നോക്കിയേ, ഇത് കഴിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല, ഇത് ആർക്കും കൊടുത്താലും എനിക്ക് സന്തോഷം തന്നെയാണ്. പക്ഷേ അത് ഈ പറിച്ചെടുക്കുന്ന ആ ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, ഇത് ഞാൻ മാത്രമേ പറിക്കുള്ളൂ. ഈ വീട്ടിലുള്ള ഒരാളെ ഞാനിത് പറിക്കാൻ വിടൂല കേട്ടോ. വേറെ ആര് പറിക്കുന്നത് എനിക്കിഷ്ടമല്ല. എൻ്റെ ചെടി, എൻ്റെ മരം, എൻ്റെ സപ്പോർട്ട. കഴിക്കുന്ന ആര് വേണം കഴിച്ചോളൂ, പക്ഷേ പറിക്കുന്നത് ഞാൻ മാത്രമായിരിക്കും. ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ചാമ്പക്കയാണെങ്കിൽ നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ണിയാണെങ്കിൽ ഇതിൻ്റെ ചോട്ടിൽ തന്നെയാണ്, കാരണം പഴുത്ത് വരുന്നതേ ഉള്ളൂ. പക്ഷേ ഉണ്ണിക്കാണെങ്കിൽ അതുവരെ ക്ഷമിക്കാനുള്ള ഒരു ഇതില്ലാത്തതുകൊണ്ട് അവൾ അതിൻ്റെ ചോട്ടിൽ നിന്ന് പറിക്കലാണ് കേട്ടോ. പറിച്ചിട്ട് തിന്നുക, ഇതൊക്കെ തന്നെയാണ് മെയിൻ പരിപാടി. നിറയെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് എല്ലാ വർഷവും നിറയെ പിടിക്കാറുണ്ട്. എന്നിട്ട് ഇവിടെ ചാമങ്ങ പറിച്ചിട്ട് എന്താ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നേരത്തെ പുറത്തേക്ക് ഓടിപ്പോയ നായ് വന്നിട്ട് ഗേറ്റിന് മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആൾക്ക് ഇട്ട് കൊടുക്കും. ആളെ കൊണ്ട് സപ്പോർട്ട തീറ്റികളാണ് കേട്ടോ അവളുടെ പരിപാടി. അപ്പോൾ അതിൻ്റെ ചോട്ടിലൊക്കെ ഇങ്ങനെ കാട്ടമൊക്കെ വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ വേഗം പോയിട്ട് അതൊന്ന് അടിച്ച് ഒതുക്കാമെന്ന് കരുതി എന്നിട്ട് ഞാൻ സപ്പോർട്ട പറിക്കുന്ന അവിടെ പകുതിക്ക് വെച്ചു. കാരണം അവൾ അതിൻ്റെ ചാമ്പങ്ങ മരത്തിൻ്റെ ചോട്ടിൽ തന്നെ ഇങ്ങനെ കളിക്കുമ്പോൾ എനിക്ക് പേടിയാണ് കേട്ടോ. കാരണം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണൂലല്ലോ, നിറയെ ചപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അതൊന്ന് വേഗം അടിച്ചിട്ട് ഒതുക്കി കൊടുക്കാമെന്ന് കരുതി. കളം മൊത്തം അടിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പണി കിട്ടും, കുറേ നേരം വേണം കേട്ടോ. അത് മാത്രമല്ല എനിക്കിപ്പോൾ കംപ്ലീറ്റ്ലി റെസ്റ്റ് പറഞ്ഞിരിക്കാൻ ഡോക്ടർ. കാല് വെച്ചിട്ടൊന്നും ചെയ്യാൻ പാടില്ല, നിന്നൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടെ ഞാൻ പാല് വാങ്ങാൻ വേണ്ടി പോയിട്ട് വന്നു. അതാണ് കേട്ടോ ഈ ഡ്രസ് ചേഞ്ച് ഒക്കെ കാണുന്നത്. അപ്പോൾ അതിനുശേഷം ഞാൻ ബാക്കിയുള്ള സപ്പോർട്ടേയും കൂടി പറിക്കാമെന്ന് കരുതിയിട്ട് ബാക്കിയുള്ളതും കൂടി വേഗം പറിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം സന്ധ്യ ആവാറായി. ഇപ്പോൾ വിളക്കെത്തിക്കണം, അങ്ങനെയുള്ള കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ വേഗം സപ്പോർട്ടൊക്കെ പറിച്ചെടുക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് മാത്രമേ ഞാനിപ്പോൾ പറിക്കുന്നുള്ളൂ. ബാക്കി നമുക്ക് പിന്നെ പറിക്കാം, കാരണം എല്ലാം കൂടി പഴുത്ത് കഴിഞ്ഞാൽ ഒന്നാകെ തിന്നാൻ പറ്റൂല. അപ്പോൾ അതെ ഇത്രയും പറിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കൊരു സാധനം ഞാൻ കാണിച്ചു തന്നില്ലല്ലോ, എൻ്റെ റംബൂട്ടാൻ നിറയെ പൂവിട്ടിട്ടുണ്ട് ഇപ്രാവശ്യം. ഇനി ഇപ്രാവശ്യം ഇതൊക്കെ റംബൂട്ടാനായിട്ട് കിട്ടുമോ എന്ന് അറിയില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ, ഇറ്റ്സ് മീ വിദ്യ സൈനിങ് ഓഫ്.